അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. തേജസ് ന്യൂസിൻ്റെ റമളാൻ വിചാരത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം പരീക്ഷണങ്ങൾ നിറഞ്ഞതായിരിക്കും. പരീക്ഷണങ്ങളിൽ പതറാതെ പിടിച്ചു നിൽക്കാൻ മെയ്ക്കരുത്ത് മാത്രമല്ല മനക്കരുത്തും ആവശ്യമാണ്. ശാരീരികവും മാനസികവുമായ കരുത്താർജിക്കാൻ പരിശുദ്ധ റമളാനിലെ വ്രതാനുഷ്ഠാനത്തിലൂടെ വിശ്വാസിക്ക് സാധ്യമാകുന്നു. നീണ്ട ഒരു മാസക്കാലം പകൽ മുഴുവൻ ആഹാരപാനീയങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ടുള്ള കഠിന തപസ്യ ദുർമേധസ്സുകൾ ഇല്ലാതാക്കി ശരീരത്തെ അരോഗദൃഢഗാത്രമാക്കാൻ വിശ്വാസിയെ സഹായിക്കുന്നു. സൂമു തസിഹു, നിങ്ങൾ നോമ്പനുഷ്ഠിക്കൂ, ആരോഗ്യം നേടൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വികാര വിചാരങ്ങൾക്ക് കടിഞ്ഞാണിട്ടുകൊണ്ടുള്ള ആത്മനിയന്ത്രണം മനക്കരുത്തും പ്രദാനം ചെയ്യുന്നു. റമളാൻ ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ് എന്ന് പ്രവാചകൻ അരുളിയിട്ടുണ്ട്. ക്ഷമയുണ്ടെങ്കിലേ ആത്മനിയന്ത്രണം സാധ്യമാകൂ. വിശ്വാസിക്ക് അവശ്യം വേണ്ട ഗുണമാണ് ക്ഷമ. അതുകൊണ്ടാണ് ക്ഷമ വിശ്വാസത്തിൻ്റെ പകുതിയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞത്. ജീവിതത്തിലെ വെല്ലുവിളികൾ നേരിടുന്നതിനും രോഗങ്ങളും വിപത്തുകളും ഉൾപ്പെടെയുള്ള പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിനും ദൈവിക കൽപ്പനകൾ അക്ഷരം പ്രതി അനുസരിക്കുന്നതിനും നിരോധിച്ച കാര്യങ്ങളോട് അടുക്കാതിരിക്കുന്നതിനും ക്ഷമ കൂടിയേ കഴിയൂ. ക്ഷമയുടെ എല്ലാ വകഭേദങ്ങളും പരിശീലിപ്പിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ. പലപ്പോഴും ഒഴുക്കിനെതിരെ നീന്താൻ നിർബന്ധിതനാകുന്ന വിശ്വാസി ഒരിക്കലും പ്രകോപനങ്ങൾക്കോ പ്രലോഭനങ്ങൾക്കോ വഴിപ്പെടാൻ പാടില്ല. ഒരു നോമ്പുകാരനെ ആരെങ്കിലും ഭത്സിച്ചാൽ ഞാൻ നോമ്പുകാരനാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറണമെന്നാണ് മതശാസന. ദ്വന്ദ്വയുദ്ധത്തിൽ പ്രതിയോഗിയെ മലർത്തിയടിക്കുന്നവനല്ല, കോപം വരുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ശക്തൻ എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. നോമ്പുകാരൻ വയറിനെ മാത്രമല്ല പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കൽ അനിവാര്യമാണ്. ഇങ്ങനെ ആത്മനിയന്ത്രണത്തിലൂടെ എല്ലാത്തരം വികാര വിചാരങ്ങളെയും വരുതിയിലാക്കാൻ കഴിയുന്ന, അതിന് കഴിവ് നേടുന്ന വിശ്വാസി അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന ആപത്തുകളിൽ അലമുറയിടുകയോ പ്രതിസന്ധികളിൽ തളർന്നു വീഴുകയോ നിരാശയ്ക്ക് അടിമപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കുകയോ ചെയ്യുകയില്ല. മറിച്ച് ക്ഷേമകാലത്ത് നന്ദി ചെയ്യുകയും ക്ഷാമകാലത്ത് ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുന്നു. അങ്ങനെ ഏതു പ്രതികൂല സാഹചര്യങ്ങളെയും നേരിടാൻ കരുത്തു നേടുകയും ചെയ്യുന്നു. സേനാ വിഭാഗങ്ങളിൽ പ്രവേശനം ലഭിച്ചാൽ ആദ്യത്തെ ഏതാനും വർഷങ്ങൾ കടുത്ത പരിശീലനങ്ങളിലൂടെ കരുത്തരാക്കിയതിന് ശേഷമാണ് സംഘർഷം നിറഞ്ഞ പ്രവർത്തന മേഖലയിലേക്ക് അവരെ നിയോഗിക്കുന്നത്. എന്നതുപോലെ ഒരു മാസത്തെ ഉപവാസകാലത്തെ പരിശീലനത്തിനൊടുവിൽ പാകപ്പെട്ട മനസ്സും ശരീരവുമായി ഒരു പുതുപ്പിറവിയാണ് വിശ്വാസിക്ക് ഉണ്ടാവുക. ആത്മനിയന്ത്രണത്തിൻ്റെ അഭാവമാണ് ആധുനിക കാലത്ത് ആത്മഹത്യകളും അക്രമങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്നതിൻ്റെ അടിസ്ഥാന കാരണം. നോമ്പിലൂടെ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിച്ച് കരുത്തരായി തീരുവാൻ സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.